മോർണിംഗ് ഓൾ ലീഡേഴ്സ്. ഗുഡ് മോർണിംഗ്. എൻ്റെ മക്കളടുത്തൊക്കെ ഇടയ്ക്ക് ഓരോന്ന് കയറാന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമാണ്. അതിലുപരി എൻ്റെ ഡേസിയുടെ സുരേഷ് കുമാർ സാറ്, യു സിയുടെ നിഷ മേഡം, അതുപോലെ തന്നെ യു സിയുടെ നിജു സാറ്, യു സിയുടെ സതീദേവി മേഡം, ഇവരൊക്കെ അടങ്ങുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇന്ന് കയറാനും നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ കൂടെ ഒപ്പം ഒത്തുചേരാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ആദ്യം തന്നെ പഠിച്ച തമ്പുരാനുണ്ട്, ദൈവം തമ്പുരാനുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓക്കെ മക്കളെ, എന്താ പറയാ, ഈ ഒരു അവസരം 2016 എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇത്രമാത്രം വലിയൊരു സക്സസിലേക്ക് ഞാൻ എത്തുമെന്നുള്ളത് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. സാധാരണക്കാരിയായ ആയിഷത്ത, ആരാന്റെ വീടുകളിൽ കൂലിവേലകൾ ചെയ്ത ആയിഷത്ത, അത് മാത്രമല്ല ഹോട്ടൽ കച്ചവടം, അങ്ങനെ അങ്ങോട്ട് കൊപ്പരവെട്ട്, അങ്ങനെ എന്താ പറയാ, അത് ആ ഒരു 2016 കടന്നു പോയാല് സത്യം പറഞ്ഞ മക്കളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ കരഞ്ഞു പോകും. അത്രയും ദുരിതങ്ങള് അനുഭവിച്ച് ബുദ്ധിമുട്ടി ഇടങ്ങാറായി ഈ രോഗം കൊണ്ടും ബുദ്ധിമുട്ടി നടന്നിരുന്ന ഒരാഴ്ചത്തെയാണ് നിങ്ങളമ്മ കേട്ടോ. അതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. ഞാൻ ഇപ്പൊ നിൽക്കുന്ന ആ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ മുന്നേ എനിക്ക് തരാനുള്ളത് അതാണ്. ഒരു രൂപ കയ്യിലില്ലാതെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇടങ്ങാറായി കൂലിവേലകൾ എടുത്ത് അങ്ങനെ നടന്നിരുന്ന ഒരു ജീവിതമായിരുന്നു. മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയില്ല, കടബാധ്യതയിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഒരുപാട് കടബാധ്യതയും ഒരുപാട് രോഗങ്ങളും. അതായിരുന്നു 2016 എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആ ഒരു സമയത്താണ് എനിക്ക് വെസ്റ്റീജ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇതിനെപ്പറ്റി പഠിക്കാനാണ് ലീഡേഴ്സ് ഞാൻ തയ്യാറായത്. 6ാം ക്ലാസ് വിദ്യാഭ്യാസക്കാരിയാണ്, പ്രായം ഏകദേശം ആയിട്ടുണ്ട്. പക്ഷെ ഒരു 122 രൂപ ഫസ്റ്റ് കുറച്ച് പ്രൊഡക്റ്റ് എടുത്തു. പ്രൊഡക്റ്റ് ഇപ്പൊ ഇന്ന് രാവിലെയൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പൊട്ടിക്കൊക്കെ നന്നായിട്ട് കുടിച്ചോളേം. വയറ് നമുക്ക് വൻകുടലും ചെറുകുടലും ക്ലീൻ ആക്കി തരാനാണ് ഇത് രണ്ടും നമ്മൾ കുടിക്കുന്നത്. പിന്നെ കോമ്പോട്ടിക്സും അതുപോലെ തന്നെ ടോക്സ് ക്ലീനും കേട്ടോ. ഇത് രാവിലെ നമ്മൾ എടുത്തിട്ട് കുടിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വെൽനസ് പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞ് നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പൊ ഇന്ന് എൻ്റെ വോയിസ് കേൾക്കുന്ന ഓരോ ലീഡേഴ്സും നമ്മൾ ആരോഗ്യം നല്ല രീതിയിൽ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, നമ്മളത് മറ്റുള്ളവരിലേക്ക് അറിവ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നേരെ മറിച്ച് നമ്മളെ കണ്ണും മോറും കുഴപ്പമാണ്, നമ്മളും കുഴപ്പമാണെന്ന് വെച്ചെങ്കിൽ നമുക്കത് ആരോട് പറഞ്ഞാലും നമുക്ക് ശരിയാവില്ല. നമ്മളെ മനസ്സിനൊരു ചെയ്യുക. എന്നെപ്പോ അവരെ എങ്ങനെയാണ് കാണുക. ഒരു ചുരുക്കം പറയാ, 1.25 കിൻഡല് പൊണ്ണത്തടിക്കാരനാണ് ഓൻ, നിന്നിട്ട് വെയിറ്റ് ലോസ് നമ്മളത് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വെയിറ്റ് ലോസിന് പിന്നെ എന്താണ്, വെസ്ലിൻ ക്യാപ്സൂൾ ഉണ്ട്, വെസ്ലിൻ ഷേക്ക് ഉണ്ട്, വെസ്ലിൻ ടീ ഉണ്ട്, പിന്നെ സെല്ലുലിൻ പവർ ഉണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെയാണ് എൻ്റെ രഹസ്യം, ഇതൊക്കെ തന്നെ കേട്ടോ. ഞാൻ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ ബ്ലാക്ക് സീഡ് കഴിക്കും. അതുപോലെ തന്നെ ഞാനിപ്പോ ഈ ചൂട് കാലത്ത് നന്നായിട്ട് ഡെയിലി മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ മിസ്റ്റർ ഓപ്പിലാൻ്റെ ഒക്കെ നമ്മളെന്താണ് പറയാനൊന്നും ശരിക്കൊന്നും എനിക്ക് അതൊന്നും പ്രൊഡക്റ്റുകൾ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നൊന്നും വരില്ല കേട്ടോ. നമ്മളെ എന്താണ് സൺസീറൊക്കെ അല്ലേ നമ്മളെ സ്കിൻ ഫോർമുലയിൽ, അതൊക്കെ ഇങ്ങോട്ട് ഒന്ന് നല്ലോണം ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ കോമ്പാക്ട് പൗഡറും ഡെയിലി മോയ്സ്ചറൈസറും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ അറിയാ, നമ്മുടെ സ്കിന്ന്
നന്നായിട്ട് നല്ല മിനുസവുമായി ഒക്കെ വന്ന് നല്ല രീതിയിൽ കാണും. നമ്മൾ ഒരാളടുത്തേക്ക് ചെല്ലുമ്പോ തന്നെ നമ്മൾ ഒരു പിന്നെ ഇൻവൈറ്റ് ചെയ്യാൻ നമ്മൾ ചെല്ലുമ്പോ തന്നെ നമ്മളെ കാണുമ്പോ അവർക്ക് നല്ലൊരു രീതിയിൽ നമ്മളെ വെസ്റ്റീജ് കൊണ്ടാണ് ഇത് കിട്ടിയത് എന്നുള്ള ഒരു തോന്നൽ വരണം. അതിനാണ് ഞാൻ വെസ്റ്റീജിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും 2016 മക്കളെ ഞാൻ യൂസ് ചെയ്യൽ തുടങ്ങിയത്. ഫസ്റ്റ് യൂസ് ചെയ്തപ്പോ തന്നെ കിട്ടിയത് എന്താ അറിയാ നിങ്ങള്, ഇതൊന്നും എനിക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാൻ അറിയില്ല കേട്ടോ, ഇപ്പോഴും അറിയില്ല. 10 വർഷമായിട്ടും ഇപ്പൊ പിന്നെ നിഷമയുടെ ഒക്കെ ഇപ്പൊ പിന്നെ നമുക്ക് നമ്മളെ രാവിലത്തെ ഇതിലൊക്കെ ഉള്ള ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കാണിച്ചു തന്നല്ലോ, അങ്ങനെ കാണിച്ചു തരാനൊന്നും അറിയില്ല. ഇന്നാ ഒരു വിധമൊക്കെ അറിയട്ടോ. അപ്പൊ മാഡം നിങ്ങളെ പിന്നെ ആൻഡ്രൈസ് എന്ന് പറഞ്ഞപ്പോ എന്റെ പേര് എഴുതിങ്ങാണ്ട് ആൻഡ്രൈസ് ചെയ്തുങ്ങാണ്ട് എടുക്കാനൊക്കെ എനിക്ക് പഠിഞ്ഞിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വെസ്റ്റീജിൽ ഞാൻ ഈ ഫോണിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളൂ. എന്നാ 450 പരം പ്രൊഡക്റ്റുകൾ എന്റെ ഭാഷയിൽ ഞാൻ ലീഡേഴ്സ് നല്ല രീതിയിൽ ഇപ്പൊ പറയട്ടോ. പക്ഷെ ഞാനുണ്ടല്ലോ 2016 നമ്മളെ ഇതിൽ വേദനക്കില്ല വെസ്കെയർ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തന്നിരുന്നു. നമ്മളെ വേദനക്കില്ല വെസ്കെയർ ഒക്കെ എങ്ങനെ പറഞ്ഞിരുന്നെന്നറിയോ, പുതിയ ലീഡേഴ്സ് ഇതിലുണ്ടാവും, ഒരുപാട് ലീഡേഴ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അനുഭവം അറിഞ്ഞാലേ നിങ്ങൾ ഇതിൽ പിടിച്ചു നിൽക്കുള്ളൂ വെച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ ഞാന് തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങളൊക്കെ പ്രൊഡക്റ്റ് എടുത്തിരുന്നത്. അന്ന് ഞങ്ങൾക്ക് കേരളത്തിലേക്ക് പിന്നെ ഓഫീസ് ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാല് നമുക്ക് തൃശ്ശൂരാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് പിന്നെ എവിടെയാണെന്ന് ചോദിച്ചാൽ എറണാകുളത്താണ് കേട്ടോ കേരളത്തിലേക്കുള്ള ഓഫീസ്. നമ്മൾ കേരളത്തിലൊക്കെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇപ്പൊ നമുക്ക് 20 കിലോമീറ്റർ അടുത്ത് നമുക്ക് ഒരുപാട് ഓഫീസുകളായിട്ട് നമുക്ക് മാറിയിട്ടുണ്ട്. അന്ന് ഇതൊന്നുമില്ല. അപ്പൊ അന്ന് ഇതിങ്ങനെ പ്രൊഡക്റ്റ് കിട്ടി, മിനിമം പ്രൊഡക്റ്റ് ഒക്കെ തന്ന് ഇതാക്കിയിട്ട് രണ്ടാമത്തെ പ്രൊഡക്റ്റിന് ഞാൻ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂരിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ പ്രൊഡക്റ്റ് എടുക്കുന്നത്. അപ്പൊ അവിടെ വെച്ച് പോകുമ്പോ അപ്പൊ എന്താണെന്നറിയോ, നല്ല ഷുഗർ നല്ലോണം ഉണ്ട്, 400ന്റെ മുകളിലേക്ക് എപ്പോഴും വരും. നന്നായിട്ട് BP നന്നായിട്ട് കയറി വരും. അതുപോലെ തന്നെ ഈ സമയത്തൊക്കെ എന്താണ് അലർജി, അത് എന്താണ് ആ സാധനം ഇട്ടിട്ട്, ചില പേരൊന്നും കുട്ടികളെ അറിയില്ല, ഒരു സാധനം ഇട്ടിട്ട് കറന്ന് പറഞ്ഞിട്ട് ഒരു വലിയാണ്, ആ ഗുളിക ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു, അങ്ങനത്തെ ഒരു സംഭവം. അതിന്റെ പുറത്ത് കിഡ്നി സ്റ്റോണ്, 14 ML നല്ല കല്ലും ഉണ്ട്. ഇതായിരുന്നു എന്റെ പ്രയാസം. എനിക്ക് ചിലവര് ഒരു രോഗമില്ലാതെ ആരോഗ്യം ഉണ്ട് എന്ന് പറയുന്നതോടൊപ്പം സമ്പത്ത് നല്ലോണം കിട്ടുമെന്ന് കണ്ടിട്ട് വരുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അത് മാത്രമല്ല, ആരോഗ്യ പ്രശ്നമായിട്ട് നിങ്ങൾ നല്ല ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ, വെൽനസ് പ്രൊഡക്റ്റും ഡെയിലി യൂസും ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. ഞാൻ വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ വെൽനസ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനും എന്റെ ആരോഗ്യം എന്താ മക്കളെ പറയാം, 16 വയസ്സിൽ കിട്ടിയ ഷുഗർ, വലിയ കുട്ടനെ ഗർഭിണിയായപ്പോഴാണ് ഷുഗർ വന്നത്. അന്ന് ആ കിട്ടിയ ഒരു പണ്ടാരുണ്ടല്ലോ, അന്നത്തെ കാലത്തൊക്കെ മക്കളെ ഞങ്ങളോട് പറയാ, ശരിക്കും ഒരു കഞ്ഞി കുടിക്കാൻ നമുക്ക് നല്ലൊരു വകയില്ലാത്ത, ഒരു വഴിയില്ലാത്ത ഒരവസരത്തിൽ നിന്നാണ് നമ്മള് കടന്നു വരുന്നത്. ദാരിദ്ര്യക്ക് താഴെ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യന്റെയും താഴെ നിൽക്കുന്ന ആയിഷതാത്തയാണ്. അപ്പോ അയിക്ക് കയറി വരികയാണ്. അങ്ങനെ കയറി വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും ഇല്ലാത്ത നേരത്താണ് നമുക്കിത് കയറി നമ്മള് പിന്നെ ഇങ്ങനെ നിൽക്കുന്നത്, ഈ വെസ്റ്റേജിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് നമുക്ക് എന്താണ്, ഒരു കഞ്ഞിവെള്ളക്കാരൻ നമുക്ക് കിട്ടുക, ആ വെള്ളം കുടിക്കാനും നമുക്ക് പറ്റൂല. എന്നുവെച്ചാൽ ഷുഗറാണ്, ഹൈ ഷുഗറാണ്, ഷുഗറുകാർക്ക് കഞ്ഞി കുടിക്കാൻ പറ്റൂല. പക്ഷെ ചോറ് 2 വറ്റ് കിട്ടണമെങ്കിലോ, വേറെല്ല ഇന്നത്തെ പാലും മുട്ടയും വേറെല്ലതും ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് അതിന് ഒരു വഴി വേണ്ടേ, ഒരു അവസരം വേണ്ടേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, അതിൽ നിന്നാണ് നിങ്ങൾ സ്വന്തം ആയിഷാത്ത കടന്നു വരുന്നതെന്നുള്ളതാണ്. നിങ്ങള് അങ്ങനത്തെ കഞ്ഞി കുടിക്കാൻ മേലാത്ത ആളുകളൊക്കെ ഇപ്പൊ ചുരുക്കമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളില്ലേ ലീഡേഴ്സ് നമ്മളെ അടുത്തൊക്കെ കടന്നു വരുമ്പോ ആയിഷാത്താന്റെ വോയിസ് കൊടുത്താൽ മതി എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള മെസ്സേജ്. അങ്ങനെ ഇടങ്ങേറായി ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് തൃശ്ശൂരിലേക്കൊക്കെ പ്രൊഡക്റ്റിന് പോയാൽ പൊന്നാര മക്കളെ വെച്ചത് പറയാനും വയ്ക്കൂല. ഒരു കടലാസ് ഇങ്ങനെ കെട്ടി ചുരുക്കിയിട്ട് അതിലുണ്ടാകും പച്ച സോപ്പ്, നമ്മളെ സോപ്പാണ്, ഓടണ മനുഷ്യന്റെ ബോട്ടം. നിങ്ങൾക്ക് പറയാൻ വയ്ക്കുവോ ഓടണ മനുഷ്യന്റെ ബോട്ടലിലെ ക്രീം ഏതാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഓടണ മനുഷ്യന്റെ ബോട്ടലിലെ ക്രീം ഏതാന്ന് നിന്റെ കുട്ടികൾക്ക് പറയാൻ വയ്ക്കുവോ? നമ്മളെ വെസ്കേറ. ഞാൻ പറഞ്ഞതാ, ഇപ്പോഴും നിങ്ങള് ചോദിച്ചു നോക്കി,
നമ്മളെ വല്യച്ഛനൊക്കെ ഉണ്ടായിരുന്നു. വല്യച്ഛനൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വല്യച്ഛൻ നമ്മളെ വിട്ട് പോയി. വല്യച്ഛൻ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങിയിട്ട് ഭയങ്കര ചുരുരിച്ചോ. ഞാൻ പറയണത് ആക്കിട്ടെന്ന് എന്റെ വല്യച്ഛന് നല്ലോണം കേട്ട് മനസ്സിലാക്കും കേട്ടോ. ഞാൻ പറയുന്നത് ശരിക്കും പ്രൊഡക്റ്റ് മനസ്സിലായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ അറിയുന്നത് വെസ്കെയർ എന്ന് പറയാൻ വെച്ചാ. അപ്പൊ ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് പറയും, ഈ ഓടുന്ന മനുഷ്യന്റെ ഫോട്ടോ അല്ലേ ക്രീം തരിക അറിയും. നമ്മളെ കോംപ്രഷൻ ബാർ ഇല്ലേ, കോംപ്രഷൻ ബാർ അതിന്റെ കവറൊക്കെ കാട്ടിട്ട് അറിയും ഈ മഞ്ഞ സോപ്പ് തരിക അറിയും, പച്ച സോപ്പ് തരുന്നറിയും. അങ്ങനെ പറഞ്ഞിരുന്ന വ്യക്തിയാണ് ലീഡേഴ്സിൽ നിന്ന് ഈ DUCD എന്നുള്ള ലെവൽ എനിക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ വെസ്റ്റീജിന്റെ പ്ലാൻ നമ്മൾ മനസ്സിലാക്കാം. നമുക്ക് എന്താ ഇപ്പൊ ഞമ്മക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും നമുക്ക് മുകളിൽ വന്ന ഒരുപാട് ലീഡേഴ്സ് നമുക്കത് മനസ്സിലാക്കി തരാൻ ഞമ്മക്കുണ്ട്. കമ്പനി നമ്മളെ കൂടെ ഉണ്ട്. കമ്പനി നമുക്ക് CND തരുന്നുണ്ട്, VIP തരുന്നുണ്ട്, VLC തരുന്നുണ്ട്. അങ്ങനെയുള്ള ഓരോ പ്രോഗ്രാമുകളും കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ പങ്കെടുത്താലേ നമുക്ക് എന്തുള്ളൂ, നമുക്കിത് അറിയുള്ളൂ എന്നുള്ളതും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. അപ്പൊ അത് ആ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ എനിക്ക് അവിടെ ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, ഞാൻ ഈ 122 രൂപ കിട്ടിയിട്ട് ലീഡേഴ്സ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. വീടിന്റെ കാര്യം പെരുങ്ങലാണ്. വീടൊക്കെ ചെറിയ കൊച്ചു വീട്, 7 സെന്റ് സ്ഥലത്ത് പുറത്ത് ഒരു ചെറിയ വീടായിരുന്നു. അതും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഒരു 5-6 വർഷത്തേക്ക് പിന്നിടുകയാണെന്ന് വെച്ചെങ്കിൽ എന്താ പറയാ, മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഓടിട്ട വീടില് ഒരു ഭാഗം ഓടും ഒരു ഭാഗം തടുപ്പും അങ്ങനെയൊക്കെ ആയിട്ടുള്ള വീടിന്റെ ഉള്ളില് ആരാന്റെ വീടുകളിലൊക്കെ പോയിട്ട് പാലൊക്കെ മുറിച്ച് കൊടുന്ന്, കയിങ്ങിന്റെ പട്ടല്ലേ അതിന്റെ പാലൊക്കെ മുറിച്ച് കൊടുന്ന് വെച്ച് മയനെ തടുത്തിരുന്ന ഒരു സംഭവത്തിലുള്ള ഒരാളാണ് ഐഷാത്ത് കേട്ടോ. അതിങ്ങനെ ആ കാലഘട്ടം കടന്നു വന്നു. പിന്നെ ഇങ്ങനെ വെസ്റ്റേജിലേക്കൊക്കെ വന്നപ്പോ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വീടുണ്ട്. ആ വീട് ഒന്ന് തേക്കുകയെ ഒന്നും നമ്മളെ ഇതൊക്കെ ഒന്ന് സിമെന്റ് ഇട്ട് തേക്കുക ഇരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു വീടിലാകുമ്പോഴാണ് ഐഷാത്ത് 2016 വെസ്റ്റേജിലേക്ക്, നമ്മളെ ഈ ഒരു മഹാസംഭവത്തിലേക്ക് എങ്ങനെയാണ് ഞാൻ ഇതിനെ വർണ്ണിച്ചു പറഞ്ഞു തരാന്ന് എനിക്ക് വാക്കുകളിൽ കഴിയുന്നില്ല. നിങ്ങളുടെ ആ മനസ്സിലെ നിങ്ങളുടെ ബ്രെയിനിലേക്കൊക്കെ ആഴ്ന്നിറങ്ങി കൊടുക്കത്. അങ്ങനെ കടന്നു വരുന്ന സമയത്തും എന്താ പറയാ, ഇങ്ങനെ ഇരിക്കാനൊരു കസേര പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് 2016 കടന്നു പോകുന്നത്. ആ സമയത്താണ് വെസ്റ്റേജ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ ലീഡേഴ്സ് വെസ്റ്റേജ് കയ്യിൽ കിട്ടി പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക്, ഉപയോഗിക്കുമ്പോഴൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്നും ഉപയോഗിക്കാൻ അയക്കാത്ത പ്രശ്നങ്ങള്, ഇതെന്തൊക്കെ മരുന്നാണാവോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ എടുത്തിട്ട് ഷെബിന മേഡത്തിന്റെ മോളാണ്, ഫാർമസിസ്റ്റ് ആണ്. അപ്പോ അവർക്കൊക്കെ മരുന്നിന്റെ ഒക്കെ വലിയ ഇതല്ലേ. അപ്പൊ അങ്ങനെ ഇത് കാണിച്ചു കൊടുക്കുന്നു. മിനിമം തന്ന് ഞാനിത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് വന്നപ്പോ കാലോട്ട് ചവിട്ടിയിട്ട് എറിയണു. അങ്ങനെ ഈ 7 സെന്റ് സ്ഥലം മെയിൻ റോഡിലേക്ക് പ്രൊഡക്റ്റ് തെറിക്കുന്നു. അവിടുന്ന് പിന്നെ എൻ്റെ ഹസ്ബൻഡ് സുലൈമാക്ക പ്രൊഡക്റ്റ് ഒക്കെ ഒഴിവാക്കാൻ പറയുന്നു. 2016 കാലഘട്ടം കടന്നു പോകുന്നതാണ് കേട്ടോ. അറിയില്ലല്ലോ ലീഡേഴ്സ് ഇത് എന്താണെന്ന്. ഇപ്പൊ ഇത് ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഇത് വായിക്കുകയാണെങ്കിൽ ഇത് അമ്ലയാണ്, ഇത് വൈറ്റമിൻ സിയുടെ കുറവ് നിർത്താൻ പറ്റുന്നതാണ്, ഇത് നെല്ലിക്കയാണെന്ന് എനിക്ക് അന്ന് അറിയില്ല മക്കളെ. അപ്പൊ മോളോട് പറഞ്ഞ കാര്യങ്ങള് പറയുന്ന രീതിയിൽ പറയാൻ വയ്യാത്തത് കൊണ്ടാണ് കാലിട്ട് തട്ടിയത്. ഇതെന്താന്ന് ചോദിച്ചോടും കൂടെ ഇത് മരുന്നാണ് പറഞ്ഞു. ഇത് മരുന്നല്ലല്ലോ. ഇന്നിപ്പോ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഫാർമാസ്യൂട്ടിക്കൽ ഡോക്ടർമാരെ എഴുതുന്ന മരുന്നാണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ നമ്മളെ കുറവ് നിർത്തുന്ന ഫുഡുകളാണ്. നമ്മൾ ഓരോ ചേരുവ, ഇതിപ്പോ നെല്ലിക്കീന്ന് എടുത്തതാണ്. ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സിന്റെ കുറവ് നിർത്താൻ നമുക്ക് ഇത് പറ്റുന്നില്ലത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ സി സബ്ലിംഗൽ സ്പ്രേ നാവിന്റെ അടിയിൽ അടിച്ചാലും നമുക്ക് പെട്ടെന്ന് അതിന്റെ ഗുണം കിട്ടുന്നില്ലത് പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ 2016 6-ാം ക്ലാസ്സുകാരിയായ ആയിഷത്തൊക്കെ ഇത് അറിയില്ല. അപ്പൊ മോളോട് പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും പറയാത്തതൊട്ടാണ് കാലോട്ട് തട്ടിയത്. അത് ശരിക്കും ഇത് ഫുഡാണ്, ഇന്ന് തന്നിക്കണെങ്കിൽ ഇത് അംഗൻവാടി ഹെൽപ്പർ മിനി തന്നതാണെന്ന് പറഞ്ഞു. ഒരു ഹെൽപ്പർക്ക് മരുന്ന് കച്ചവടം നടക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. മനസ്സിലാക്കണം നിങ്ങള്. 2016 കാലഘട്ടമാണിത്. പക്ഷെ എന്റെ ഭാഗ്യം, ഞങ്ങളെ എല്ലാരെ ഭാഗ്യം എന്ന് പറയാ, ഞാൻ ഈ പ്രൊഡക്റ്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ എന്തെടുത്തൊക്കെ തുടച്ചുണ്ടാക്കിയിട്ട് ഞാൻ ബാഗിലാക്കിയിട്ട് രാവിലെ ഞാൻ പഞ്ചായത്തൊക്കെ പോകുമ്പോൾ ഞാൻ അന്ന് കുടുംബശ്രീയിൽ CDA ചെയർപേഴ്സണായിട്ട് വർക്ക്
വർക്ക് ചെയ്യാണ്. ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, ഇതൊക്കെ എടുത്തിട്ട് ബാഗിലിട്ടിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിരുന്നപ്പോൾ പഞ്ചായത്തിന്റെ സെക്രട്ടറിക്ക് ഞാൻ ഈ ക്യാപ്സൂൾ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് വായ കൊണ്ട് സംസാരിച്ചാല് അവിടെ ഉള്ള പ്രസിഡന്റ്, മെമ്പർമാര്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ 6ാം ക്ലാസ്സുകാരായ ആയിഷത്തെ കൊടുന്നതാണെന്ന് അറിഞ്ഞാല് അവരൊന്നും കഴിക്കൂല. അപ്പൊ ഇങ്ങനെ ബാഗിലിട്ടിട്ട് ഈ ക്യാപ്സൂൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ സാറോട് ഇങ്ങനെ കാണിച്ചു, ഇന്നലെ വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് മിനി എന്ന് പറഞ്ഞു. അപ്പൊ മിനി മേഡം വന്നിട്ടാണല്ലോ ഇത് തന്നത്. അപ്പൊ ആന്ന് പറഞ്ഞു. ഇത് സാർ ഇത് തിരിച്ചു മറിച്ചൊക്കെ നോക്കിയപ്പോ സാർക്ക് മനസ്സിലായിട്ടാണ് ഇത് സപ്ലിമെന്റ് ആണെന്നുള്ളത്. ലീഡേഴ്സ് അങ്ങനെ ഇത് പൊട്ടിച്ചിട്ട് എല്ലാവർക്കും തന്നു, എനിക്കും തന്നപ്പോ ഞാൻ ഇത് കടിച്ച് ചമച്ചരച്ചിട്ടാണ് അന്ന് ഞാൻ കഴിച്ചത്. സത്യം പറഞ്ഞ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റുകൾ, വെൽനസ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് മരിക്കൂല എന്നുള്ളത് ലീഡേഴ്സ് ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. അന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് എനിക്ക് തന്ന ഫ്ലാക്സ് ഓയിലും നീം ക്യാപ്സൂളും ഗ്ലൂക്കോ ഹെൽത്തും പ്രോട്ടീനും അതുപോലെ തന്നെ ഞാൻ ചായ, നമ്മളെ സെറ്റാട്ടി, അതുപോലെ നമ്മളെ റൈസ് ബാൻ ഓയിൽ അങ്ങോട്ട് യൂസ് ചെയ്യൽ തുടങ്ങി. ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഇത് കോഴിക്കോട് ചെല്ലണതും ഡോക്ടർ നല്ല റിസൾട്ട് പറയുന്നതും. അങ്ങനെ ഞാൻ കോഴിക്കോട് പിന്നെ സാറെ ഞാൻ ഫസ്റ്റിന്റെ ഐഡിയിൽ ജോയിനിങ് എടുക്കുന്നതും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ അന്നാണ് ലീഡേഴ്സ്, 2016. പിന്നെ എനിക്ക് ശക്തമായിട്ട് എനിക്ക് ഇതിനോട് താല്പര്യം വന്നു, ഇഷ്ടപ്പെട്ട് ചെയ്യൽ തുടങ്ങി. ആരോഗ്യം നല്ല രീതിയിൽ ബെറ്ററാകാൻ തുടങ്ങി. ഷുഗറൊക്കെ കൺട്രോളിങ്ങിലേക്ക് വരൽ തുടങ്ങി. BP ഒക്കെ നോർമലിലേക്ക് വന്നു. BPക്കൊക്കെ നന്നായിട്ട് നമ്മൾ ഈ ഫ്ലാക്സീഡ് മാത്രം മതി. നമ്മള് ഫ്ലാക്സ് ഓയിൽ ഒമേഗ 3 ഫ്ലാക്സ് ഓയിൽ നമ്മൾ എന്താണ് ഏത് സപ്ലിമെന്റിന്റെ കൂടി നമ്മൾ കൊടുക്കും. അപ്പൊ നമുക്ക് ഒരു ഷുഗറൊക്കെ നോർമലാകാൻ നമ്മൾ പിന്നെ ഗ്ലൂക്കോ ഹെൽത്ത് നീമും പ്രോട്ടീനും ഒക്കെ കഴിക്കുന്നതിന്റെ കൂടെ നമ്മൾ ഈ ഫ്ലാക്സ് ഓയിൽ കഴിക്കുമ്പോൾ BP ഉള്ള വ്യക്തിക്ക് BPയും കൂടി ഉണ്ട് കുറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കി നിങ്ങള്. പഠിച്ചോനെ ദൈവം തമ്പുരാന് നമുക്ക് 2016 ഇത് തരേണ്ടത്. ഞാൻ ചിന്തിച്ചു, ഞാൻ 2004 തരേണ്ടതായിരുന്നു അല്ലേ. പക്ഷെ നമുക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയത് 2016. പക്ഷെ എപ്പ കിട്ടിയെന്നല്ല, ഇത് എപ്പ ഏറ്റെടുത്തു എന്നുള്ളതാണ്. നമ്മളെ ബ്രെയിനിലേക്ക്, മനസ്സിലേക്കൊക്കെ നമ്മളിത് എപ്പ എടുത്തു എന്നുള്ളതാണ്. ഇന്ന് എൻ്റെ വോയിസ് കേൾക്കുന്ന നിങ്ങൾക്ക് തരാല മെസ്സേജ്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ സാധാരണക്കാരിയായി വന്ന ഞാന് ഇന്ന് നിങ്ങള് ചിന്തിച്ചു നോക്കി മക്കളെ. അങ്ങനെ കടന്നു പോയി VIP കേൾക്കാൻ പോയി. ഫസ്റ്റ് ഞാൻ ഈ 122 രൂപ കിട്ടിയപ്പോ അപ്പൊ എന്താ അറിയോ, എന്റെ മനസ്സിലൊരൊറ്റ കാര്യമുള്ള മക്കളെ, 122 രൂപ എവിടുന്ന് കിട്ടി? ഈ 122 രൂപ കൊണ്ട് ആരെങ്കിലും ഞാൻ ചതിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഞാൻ വഞ്ചിച്ചിട്ടുണ്ടോ? ഇത് ആരുടെയെങ്കിലും ആയിട്ടുള്ളത് എൻ്റെ മക്കളും ഞാനും കഴിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. 122 രൂപ മെസ്സേജ് വന്നു. അന്നൊക്കെ എന്താ പറയാ, ഇത്ര പോകുന്നൊരു ഫോണാട്ടോ. ഈ ഫോണിന് 4 എന്തത്താ, അപ്പൊ ആ ഫോണിന്റെ പേര് മറന്നു. വലിയ പേര് ഇപ്പൊ വലിയതല്ലേ. അപ്പൊ എന്തൊക്കെയായിരുന്നു മക്കളെ, എന്തോ ഒരു പേര്, ചെറിയൊരു ഫോണ്, ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. എന്റെ മനസ്സിൽ നോക്കിയ മനസ്സിൽ കിട്ടായിട്ടാണ്. അതിങ്ങനെ കെട്ടിയിട്ട് ഒരു 4 ചുറ്റ് കെട്ടിയ ഫോണാട്ടോ. ഈ ഫോൺ കൊണ്ടൊക്കെ തൃശ്ശൂര് പോയിട്ട് ഞാന് പിന്നെ അന്ന് സുലൈമാനാക്കല്ല, ഹസ്ബൻഡ് കൂടെ അല്ല കേട്ടോ. അങ്ങനെ പ്രൊഡക്റ്റ് മക്കളെ ഈ റബ്ബർ ബാൻഡിൽ കെട്ടിക്കാറ് പച്ച സോപ്പ്, മഞ്ഞ സോപ്പ്, ഓർണമെന്റ്സിന്റെ ഫോട്ടോ എല്ലാം അത് ഇത്ര ക്രീം എന്നൊക്കെ ഇങ്ങനെ ഓരോന്നിലും ഇങ്ങനെ എഴുതിക്കാറ് ഓരോരുത്തരെ. ഇപ്പൊ നമ്മളെ കൺസിസ്റ്റൻസി ഓഫർ നടക്കുകയാണല്ലോ അല്ലെ. അപ്പൊ ഈ ഓഫറിൽ കുറെ ലീഡേഴ്സ് ബില്ലടിക്കുമല്ലോ. അന്നിങ്ങനെ ഇതില്ലല്ലോ. അന്നിങ്ങനെ ഇപ്പൊ നമ്മളെ എന്താണ് അടുത്തടുത്ത ഓഫീസില്ലല്ലോ. അപ്പൊ ഇവരത് എല്ലായിടത്തും പോയിട്ട് തലേന്നും ഒരാഴ്ച മുന്നേ ആയിട്ട് പൈസ ഞമ്മക്ക് ഒന്നിച്ചെടുക്കാനോ കൊടുക്കാനോ അന്ന് നമ്മളെ അടുത്തില്ലല്ലോ. നമുക്ക് ഈ പ്രൊഡക്റ്റിനുള്ള പൈസ വാങ്ങിയിട്ട് ഇതൊരു ചെറിയൊരു കടലാസിന്റെ തുണ്ടെടുത്തിട്ട് എന്ത് കാട്ടുകയാണ്, ഇതിങ്ങനെ എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിങ്ങനെ മടക്കിയിട്ട് ഡബ്ബർ ബാൻഡ് ഇടുകയാണ്. അല്ലാതെ ഇതിൻ്റെത് ഒന്നിച്ച് ഇന്ന ആളത് പ്രൊഡക്റ്റും കാര്യങ്ങളും പറയാനും ഒന്നിച്ച് എഴുതിയാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും. ഇവരത് ഇവിടെ കയറ്റിയിട്ടുണ്ടാവും, ഇവരെ പ്രൊഡക്റ്റ് മറ്റോലെ അതിൽ കൂടി കയറ്റിയിട്ടുണ്ടാവും. അപ്പൊ കടബാധ്യതയും പ്രശ്നങ്ങളും വരില്ലേ. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ വന്നപ്പോ ഞങ്ങള് പിന്നെ എന്ത് കാട്ടി, ഞാനിതൊക്കെ വേറെ ഞാൻ എഴുതൂലട്ടോ, എനിക്ക് എഴുതാനൊന്നും വയ്ക്കൂല. ഇപ്പോഴാണ് ഇന്നിപ്പോ ഞാൻ നിഷ മേഡനോട് ആൻഡ്രൈസ് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ ആയിഷ DUCDന്ന് ഞാൻ അതിൽ ആൻഡ്രൈസ് ചെയ്ത് എഴുതിങ്ങാണ്ട് ഞാൻ ആൻഡ്രൈസ് ചെയ്ത്. പക്ഷെ അന്നൊന്നും എനിക്കതൊന്നും അറിയില്ല, മലയാളം പോലും
ശരിക്കും എഴുതാൻ പോലും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എന്താണ് മക്കളെ കൊണ്ടൊക്കെ എഴുതിച്ച് ഞാൻ ഇങ്ങനെ കടലാസിൽ കെട്ടി കൂട്ടിയിട്ട് ഡബ്ബർ ഇട്ടിട്ട് ഞാനത് കൊണ്ടുപോവുക. എന്നിട്ട് പിന്നെ എനിക്ക് ഓല് എഴുതിയത് ശരിക്കും വായിക്കാൻ വയ്ക്കില്ല. അപ്പൊ ഞാൻ അതിന്റെ ബാക്കിൽ ഇവരെ എഴുതിയതൊക്കെ വെച്ച് വയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും. പച്ച സോപ്പ്, ഓർണമെന്റ്സിന്റെ ഫോട്ടോല ക്രീം, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ഇത് തുറന്നിട്ട് ഇതിങ്ങനെ വായിച്ചെടുത്തിട്ടാണ് തൃശ്ശൂർ പോയിട്ട് ഞാൻ ബില്ലടിക്കുന്നത്. ഫസ്റ്റൊക്കെ ഞാൻ ഒരു 10,000-ന്റെ ഒക്കെ 2-3 കൺസിസ്റ്റൻസി ആയിട്ട് പോയി. പിന്നീട് വീണ്ടും അങ്ങോട്ട് കുറച്ചൊന്ന് നീങ്ങിയപ്പോഴേക്കും ഞാനത് ഒരു 50,000-ന്റെ മുകളിലേക്കുള്ള കൺസിസ്റ്റൻസി ആയിട്ട് പോകൽ തുടങ്ങി. അങ്ങനെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് 2-3-4 ലക്ഷത്തിന്റെ ബില്ലിങ് കൊണ്ട് കടന്നു പോകാൻ തുടങ്ങി. തൃശ്ശൂരൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. നിങ്ങൾ പോയ ആളുകൾ ഉണ്ടാവും, ലീഡേഴ്സ് ഉണ്ടാവും. ഒരു തൂങ്കാലാണ്, നമുക്കൊരു വീട് ഇങ്ങനെയാണ്. ആ വീടിന്റെ ആ തൂങ്കാലിന്റെ ചോട്ടില് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എന്റെ വിയർപ്പ് നിങ്ങൾക്ക് ദുർഗന്ധം കിട്ടും. അത്രക്ക് വിയർപ്പിന്റെ അവിടെ ഒറ്റി 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 പോയിട്ടുണ്ട് ലീഡേഴ്സ്. അതും എങ്ങനെ ഇതൊക്കെ കിട്ടി ഈ 2-3-4 ലക്ഷത്തിന്റെ ബില്ലിങ് വന്ന് ഇത് ബില്ലടിച്ച് കഴിഞ്ഞാലും നമുക്ക് എന്താണ് തുച്ഛമായ സംഖ്യ ഉണ്ടാവുള്ളൂ. ബ്രോൺസ് ആയി കഴിഞ്ഞ് സിൽവർ ആയി കഴിഞ്ഞ് LOB വിത്ത് എടുക്കുമ്പോഴാണ്, LOB ഒക്കെ എടുത്ത് പോകുമ്പോഴും ടീം ബിൽഡിംഗ് ബോണസിലേക്കൊക്കെ എത്തുമ്പോഴാണല്ലോ വരുമാനം കൂടുന്നത് ഇല്ലേ. അങ്ങനെ ജസ്റ്റ് 2001 ക്വാളിഫിക്കേഷൻ 1-2-3 വന്നാലും കുറഞ്ഞ സംഖ്യ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. നമ്മൾ അതിനെ പിടിച്ചെടുത്ത് നമ്മളെ കൂടെ വന്നവരെ നമ്മൾ എന്താണ് ഡെയിലി നമ്മൾ വിളിച്ചും ഫോളോ അപ്പും ചെയ്ത് നമ്മൾ ആ ടീമിന് വേണ്ട സപ്പോർട്ട് കൊടുത്താൽ മതി. നമ്മൾ ആ ടീമിനെയാണ് നമ്മൾ ഇതാക്കണേ. ഞാൻ എൻ്റെ കാര്യം ഞാൻ വിജയിക്കും വരെ ഞാൻ ഒരാളോട് ഞാൻ പറ്റില്ല, ഞാൻ പറയും ഞാൻ അത് നേടും, ഞാനത് ഇതെടുക്കും, ഞാനത് നേടിയെടുക്കും എന്ന് പറയാന്നല്ലാതെ ഞാൻ എന്താറുള്ളൂ എന്റെ ലീഡർ അതാവണം, എന്റെ മകളെ നീ അതാവണം, നീ ട്രാവൽ ഫണ്ട് വാങ്ങുന്ന ലീഡറായി മാറണം, നീ കാർ ഫണ്ടായി വാങ്ങുന്ന ലീഡറായി മാറണം, നീ ഹൗസ് ഫണ്ട് വാങ്ങുന്ന ലീഡറായി മാറണം. എന്റെ സന്തോഷം അതാണ്. അത് ഞാൻ എനിക്ക് നേടിയെടുക്കാന് ഞാൻ എൻ്റെ കൂടെ ഞാൻ 1-to-1-നും ഹൗസ് മീറ്റിങ്ങിനും ജനറൽ പ്രോഗ്രാമിനും എല്ലാം ഞാൻ എൻ്റെ കൂടെ ഉണ്ട്. ഈ കൂടെ നിൽക്കൂലേ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ അന്നാണെങ്കിലും എന്നാണെങ്കിലും ഒരു പുതിയ ലീഡറോട് ഞാൻ നിൽക്കാതിരുന്ന നമ്മളെ ടൈം പോകുള്ളൂ മക്കളെ. അവര് നമ്മൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടും അവര് നമുക്ക് എല്ലാ ബോണസും വാങ്ങി കൊടുക്കാൻ ഒരു 6 ലീഡർമാരെ കാണിച്ചു തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരല്ലേ. അത് നേരെ മറിച്ച് ചിലവരുണ്ട് പറയണു അവരുടെ ലീഡർമാർക്ക് ഉണ്ടാക്കി കൊടുത്തു, എനിക്ക് ലീഡർ ഉണ്ടാക്കി തന്നില്ല. ഞാൻ പറയുന്നത് അത് തെറ്റായ രീതിയാണെന്നാണ് കേട്ടോ. ഉണ്ടാക്കണം 6 പേരെ. ഞാൻ ഉണ്ടാക്കിയ 6 പേരെ എനിക്കറിയുള്ളൂ മക്കളെ. വേറൊരാൾ എനിക്ക് തന്നിക്കുകയാണെങ്കിൽ, എനിക്കൊരു ലീഡർ തന്നിക്കുകയാണെങ്കിൽ ഒരിക്കലും എനിക്കത് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയില്ല. എന്തിനാണ് പേടിക്കുന്നത്, എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ ഈ 6-ാം ക്ലാസ്സുകാരിയായ ഞാൻ കാറ്റലോഗ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ആളെ പിടിക്കുന്ന കാര്യമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരണേ. ഞാൻ എങ്ങനെ ഇതായിട്ട് എന്നെ ആരും അറിയില്ല. ഇതിവിടെ ഇങ്ങനെ ഈ ജോലികളൊക്കെ ചെയ്ത് എനിക്ക് ഈ മേലാറ്റൂര് ഭാഗത്ത് ഒരാളോട് പറഞ്ഞാൽ എന്നെ പോലെ അംഗീകരിക്കൂല. ഞാൻ ഈ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ലീഡേഴ്സ് നമ്മളെ ഇതൊക്കെ കെട്ടി ടാഗൊക്കെ ഇട്ടിട്ട് ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഞാൻ ഇവിടുന്ന് ബാഗിലോ കവറിലോ ഇട്ടാല് ആ ബുക്ക് അതിൽ കടക്കും. ഞാൻ എൻ്റെ തന്ത്രം അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി ഞാൻ പ്രയോഗിച്ചത് 2016 ഞാൻ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കണ്ട തന്ത്രം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. കാറ്റലോഗ് ഇവിടെ സ്റ്റാർട്ടർ കിറ്റിന് വെക്കും. നമ്മളെ 300 രൂപന്റെ സ്റ്റാർട്ടർ കിറ്റിന് വാങ്ങിക്കായിരുന്നു. അത് ഇവിടെ വെക്കും. അത് പിന്നിലോ ബാഗിലോ ഇട്ട് തൂക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും കാണില്ല. എന്നെ കണ്ടാ ഇത്ര പ്രായമുള്ള ആളെ ഒരു ജോലിക്കാരിയാണെന്ന് അറിയൂല. യൂണിഫോമിലേക്ക് മാറി. യൂണിഫോമിന്റെ സാരി ആയിരുന്നു അന്ന്. ആ സാരി കൺസിസ്റ്റൻസി ഓഫർ ഇങ്ങോട്ട് കിട്ടിയപ്പോ ഒരു സാരി എടുത്തു. അങ്ങനെ തന്നെ ഞാൻ ഇതാക്കണത്. അങ്ങനെ എടുത്തു. ഫസ്റ്റൊക്കെ ഞാൻ VIP ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ആരാന്റെ അടുത്ത വീട്ടിൽ നിന്നും ഒരു പർദ്ദ വാങ്ങിയിട്ട് അതിന്റെ ഷെയ്ഡ് തുന്നി കൂട്ടി എടുത്തിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. നിങ്ങൾ ഇതില്
സാധാരണക്കാരുണ്ടാവും മക്കളെ. നിങ്ങളിത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ രീതിയിലേക്ക് ഞാൻ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാന് ടൈം 6 മണി. ഓക്കെ, കുറച്ച് സമയമുണ്ടല്ലേ. അപ്പൊ പിന്നെ എന്താണ്, അങ്ങനെയാണ് ഞാനത് പോയത് കേട്ടോ. പോയത് ഞാനാണ്. പിന്നെ ഇങ്ങോട്ട് വന്ന് ഞാൻ കൺസിസ്റ്റൻസി ഫസ്റ്റ് മുതല് നിങ്ങൾ കൺസിസ്റ്റൻസിയിലേക്ക് മാറിക്കോളി. അത് നമുക്ക് വല്ലാത്തൊരു സംഭവമായിട്ട് മാറും. കൺസിസ്റ്റൻസി ചെയ്താൽ നമുക്ക് എന്താണെന്നറിയോ, സോപ്പൊക്കെ എടുത്തിട്ട് പുതിയ ലീഡർമാരോട് തരാനുള്ള മെസ്സേജ് മുറിച്ച 2-3 മുറിയാണ് മുറിച്ചിട്ട് അതുകൊണ്ട് കുളിപ്പിച്ച് തന്നെ. എന്താ നമുക്ക് കുളിപ്പിച്ചാല്, എന്താ കുളിപ്പിച്ചാല് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ കുളിപ്പിച്ചതൊട്ട് എനിക്ക് കിട്ടിയ നേട്ടം ഞാൻ പറഞ്ഞുതരാം. ചായ എടുക്കുക, കുറച്ച് ഒരു 2-3-4 കേസിലുണ്ടാക്കിയിട്ട് നിങ്ങൾ അയൽവക്കത്തിലോ അറിയുന്ന ഫ്രണ്ട്സിലോ പോയിട്ട് 2 ഗ്ലാസ്സിലും വെള്ളത്തില് പിന്നെ പച്ചവെള്ളത്തില് ഈ പൊടി കണ്ണന്തേവനും ഇതും അങ്ങോട്ട് ഇട്ട് കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ കളറാണ് കാട്ടി കൊടുത്തിട്ട്, എന്റെ എണ്ണിയെ, എന്റെ പിന്നെ കുട്ടിയെ, ഈ ഇതോട്ട് കുറച്ച് ചായ ഉണ്ടാക്കി കൊടുന്ന അറിയാം. പഞ്ചസാര ഒന്നും ഇടരുതേ അറിയാം. ടീം ഉണ്ടാക്കുക അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ചായ കുടിക്കുമ്പോ അവർക്ക് ഒരു ഉത്സാഹവും കാര്യങ്ങളൊക്കെ വരും. നമ്മള് പേസ്റ്റ് കൊടുത്തിട്ട് പല്ലാണ് തേപ്പിക്കന്നെ, വായിലെ കുമിളകളും കാര്യങ്ങളൊക്കെ പൊട്ടി അങ്ങോട്ട് ആ പുണ്ണും കാര്യങ്ങളൊക്കെ പോയി ഒരു അമ്ലി അലോവേരയൊക്കെ ക്യാപ്സൂളൊക്കെ കൊടുത്തിട്ട് ആദ്യം നിങ്ങൾ കുടിക്കണം. അല്ലാതെ കുടിച്ചോളിയും പറഞ്ഞാൽ ഓല് കുടിച്ചൂല. നമ്മളാണ് കുടിച്ചിട്ടും കാട്ടി കൊടുത്തിട്ട് ഇതൊന്നും കുടിച്ചോക്കാറ്. പിന്നെ ഓലത് എന്താണോ ആപോന്ന് കരുതി കണ്ട് ആ ക്യാപ്സൂളോടെ പാത്തക്കൂല. ഓലത് എടുത്തിട്ട് എന്ത് കിട്ടും, ഓലത് കുടിക്കൽ തുടങ്ങും. അപ്പൊ ഓല ഹെൽത്ത് നന്നായിട്ട് നല്ല രീതിയിൽ ബട്ടറായിട്ട് വരുമ്പോ അവര് ബിസിനസ്സിലേക്ക് വരും. ഞാൻ വന്നത് അങ്ങനെയാണ്. അങ്ങനെ വന്നു, അങ്ങനെ ഇടങ്ങേറായി, അങ്ങനെ ബുദ്ധിമുട്ടി തൃശ്ശൂർ പോയി കൊണ്ടുവരുന്നു. രാത്രിയൊക്കെ 12 മണിക്ക് ഇവിടെ ഒന്നും ഓഫീസ് ഇല്ലാത്തോട്ട് അവിടുന്ന് ബില്ലടിച്ച് 2, 3, 4 പെട്ടി കൊടുന്ന് 12:30 മണിക്കൊക്കെ മക്കളെ ഞാൻ മേലാറ്റൂര് വന്ന് ഈ നോക്കിയ ഫോണ്, ഇത്ര പോന്ന ഫോണ് പറഞ്ഞില്ലേ, അതൊക്കെ സ്വിച്ച് ഓഫ് ആയിട്ട് സുലൈമാക്കാനെ വിളിച്ച കിട്ടാതെ 4 കിലോമീറ്ററോളം നടന്ന് താണ്ടി വീട്ടിൽ വന്ന് വിളിക്കുമ്പോ ബെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. വാതില് മുട്ടി ഇങ്ങനെ കിടന്നറിഞ്ഞൊരു വാതില് മുട്ടി വിളിച്ചുണർത്തിയ ആളാണ് ഞാൻ. പക്ഷെ ആ VIP ട്രെയിനിങ്ങിൽ ഒരു കൊല്ലം പിന്നെ കൊല്ലം കഴിയുമ്പോൾ ഞാനൊരു കാറ് വാങ്ങുന്നേ, ചുമരില് ഞാന് മണ്ണ് വാരി തേമ്പി നേരാക്കി ഞാൻ എഴുതി വെച്ച VIP പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനാണ് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത്. അതിൽ ഞാൻ മണ്ണ് കൊണ്ട് തേമ്പി നേരാക്കി ഞാൻ ചാർട്ട് പേപ്പർ തയ്യാറാക്കി അതിൽ കാറിൻ്റെ ഒക്കെ ഫോട്ടം വരച്ചപ്പോ എന്നുവെച്ച് BMW ആണെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റും. BMW കാറാണ്, അങ്ങനല്ല കാറ്, ഇങ്ങനല്ല കാറ്, ക്രെറ്റയാണ്, എന്താണ് ആ വലിയ കാറ് പുലിമുരുകനാണ്, അങ്ങനെയൊക്കെ ഞാൻ പറയും. പക്ഷെ അന്ന് യാതൊരു ഡ്രീംസും ഇല്ലാതെ യാതൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. കിട്ടൂല, സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല, അങ്ങനെ ചിന്തിച്ചിരുന്ന ആളാണ് ഞാൻ. ഞാനാണ് VIP എന്ന് വന്ന് 300 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി. കാറിന്റെ ചക്രമൊക്കെ താഴോട്ടിടേണ്ട ചക്രം ഞാൻ മേലോട്ടാണ് വരച്ചു വെച്ചിരുന്നത് മക്കളെ. അറിയാഞ്ഞിട്ട് കാറിന്റെ ചക്രം നിലത്ത് കൂടെ ഓടാന്ന് ഓർമ്മ കൊണ്ട് കൂടി ചിന്തിക്കാൻ പറ്റാത്തത്, കാറിന്റെ സ്വപ്നം കാണാത്ത ആള്, അങ്ങനത്തെ ഞാന്. അത് മാത്രല്ല ഒരു ടൂറ് കാര്യങ്ങളൊന്നും ചിന്തിക്കാത്ത ആള്. ഒരൊറ്റ വർഷം കഴിഞ്ഞപ്പോൾ 2017 ജനുവരി 26 ഞാൻ കുടുംബശ്രീ എന്ന ചെയർപേഴ്സൺ സ്ഥാനം ഇറങ്ങുന്ന സമയത്ത് ഞാൻ എഴുതി വെച്ച ഗോള് മക്കളെ, ഒരു കിഡ് കാറുമായിട്ടാണ് ഞാൻ 2017 കടന്നു വന്നത്. 1 ഇയർ 1 lakh ക്രൗൺ ഡയറക്റ്റ് ആ ഒരു ലെവലിലേക്കാണ് എത്തി. ഒരൊറ്റ വർഷം കഴിഞ്ഞപ്പോൾ തീവ്രമായിട്ട് കത്തിജ്വലിക്കുന്ന ജാലയിലൂടെ പോവുകയും ടീം ലീഡേഴ്സിന് വേണ്ട ഫുൾ സപ്പോർട്ടുമായിട്ട് ഞാൻ അങ്ങോട്ട് മുന്നേറിയപ്പോൾ എൻ്റെ മക്കൾക്ക് തരാനുള്ള മെസ്സേജ്, ഒരൊറ്റ വർഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു കാറും 1,00,000 രൂപയിലേക്ക് കയറി വന്നു എന്നുള്ളതാണ്. കുറ്റപ്പെടുത്തി ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തി, ഒരുപാട് ആളുകൾ കരയിപ്പിച്ചു. കരഞ്ഞുക്കണു, ഉള്ളുകൊണ്ട് കരഞ്ഞുക്കണു, പുറത്തേക്ക് കാണിച്ചിട്ടില്ല. എവിടേക്കാ പോകുന്നു എന്നുള്ള പേര് കേട്ടു. തൃശ്ശൂർ പോകണം പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ, അവിടുന്ന് വരണം പ്രൊഡക്റ്റ് കൊണ്ടുവരണമെങ്കിൽ, അവിടുന്ന് രാത്രിയിലാണ് പ്രൊഡക്റ്റ് വീട്ടിലേക്ക് എത്തിക്കുന്നത്. പിറ്റേത്തെ ദിവസം ഞാൻ അതും കൊണ്ട് ഏറ്റി ഭാരം ചുമന്നുകൊണ്ട് ബസ്സുകളിലും ഓട്ടോകളിലൊക്കെ യാത്ര ചെയ്ത് ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പോകണം. പെരിന്തൽമണ്ണയിൽ കാറ്റലോഗും വെച്ചുകൊണ്ട് ഞാൻ ആളെ പിടിക്കാൻ ഞാൻ ഇരുന്നിട്ടുണ്ട്. എവിടേക്ക് പോകുന്നു
എവിടുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ മേലാറ്റൂരിലേക്കാണ് എന്ന് പറയും. കോണ്ടാക്ട് നമ്പർ വാങ്ങി ഞാൻ അങ്ങനെയൊക്കെ ടീം ഡെവലപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു DUCD എന്നുള്ള ഈ ഒരു ലെവല് കവർ ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ മക്കൾക്ക് ഇന്ന് തരാനുള്ള മെസ്സേജ്. അതിൻ്റെ ഇടയിൽ ട്രാവൽ ഫണ്ട് ഉപയോഗിച്ചു മക്കൾക്ക് ലീഡേഴ്സ് വരുന്ന ലീഡർമാർക്കൊക്കെ ട്രാവൽ ഫണ്ട് കൊടുത്തപ്പോൾ കമ്പനി എനിക്കും ട്രാവൽ ഫണ്ട് തന്നു. ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ദുബായ്, ഖത്തർ, കപ്പല്, അങ്ങനെയുള്ള തായ്ലാന്റ്, അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ എൻ്റെ സുലൈമാക്കി പോയി തുടങ്ങി. അങ്ങനെ ഉംറ ചെയ്യാനും അങ്ങനെയൊക്കെ വെസ്റ്റീജിൽ വന്നിട്ടാണ് ലീഡേഴ്സ് എനിക്ക് എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ മക്കൾക്ക് എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന ഓരോ ലീഡേഴ്സിനും എനിക്ക് തരാനുള്ളത് എന്നുള്ളതാണ്. അത് മാത്രമല്ല ട്രാവലിംഗ് കഴിഞ്ഞ പിന്നെ നമുക്ക് കാറാണ്. എനിക്ക് കിഡ്, ഇന്നോവ ക്രിസ്റ്റ, ഐട്ടന്, EV പഞ്ച്, ഇങ്ങനെ ഇങ്ങനെ നാല് വണ്ടി എനിക്ക് നിന്റെ കയ്യിൽ വന്നു എന്നുള്ളതാ. ഞാൻ ഇങ്ങനെ പറയണം മുന്നിൽ നിങ്ങൾ പറയണം. ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഒരു വർഷം കൊണ്ട് കാർ എടുക്കുന്നു പറഞ്ഞു. ഞാനൊരു വർഷം കാർ എടുത്തു. 3 വർഷം കഴിയുമ്പോഴേക്കും ഞാൻ ഇന്നോവ ക്രിസ്റ്റ 30 ലക്ഷത്തിന്റെ എടുക്കുന്നു പറഞ്ഞപ്പോഴേക്കും ഞാൻ 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ ഇന്നോവ ക്രിസ്റ്റയിലേക്ക് വന്നു. ഞാൻ എൻ്റെ പഴയ വീട് നല്ല വീടാക്കുമെന്ന് പറഞ്ഞു ഞാൻ അതൊക്കെ റൂം തിരിച്ചിട്ടും മുകളിലേക്ക് റെഡിയാക്കിയിട്ടും കൂണി കൊടുത്തിട്ടും ഉള്ളിലൊക്കെ ബാത്റൂം കൊണ്ടുവന്നിട്ടും നല്ല വീട്, നിലവിലെ വീട് ഞാൻ ആ 7 സെന്റ് സ്ഥലത്തിലുള്ള അത് പോകും എവിടുക്ക പോണു എന്താ ചെയ്യണമെന്ന് അറിയില്ല. നേരം വെളുത്താ ഒരു നീല കളറിൽ ആദ്യം സോപ്പും വേറൊരു നീലയായിരുന്നു. അത് പഞ്ചായത്തത്തെ സാരിയാണ് കേട്ടോ. അതിൽ കഴിഞ്ഞപ്പോ ഒരു നീല സാരിയിലേക്ക് മാറി. എവിടുക്കാ പോണൂന്നാവോ ആ പേരൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് കിട്ടുമ്പോഴാണ് നമ്മളെ കളിയാക്കുമ്പോഴാണ് കളിപ്പന്തലിലാണ് അറങ്ങിയിട്ട് നമ്മൾ കളിച്ചത്. ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ ഈ 16 വരുന്ന സമയത്ത് മക്കളെ കല്യാണം ഒഴിവാക്കിക്കണു, പിന്നെ സൽക്കാരം ഒഴിവാക്കിക്കണു, വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ലീഡേഴ്സ് ഞാൻ ഒഴിവാക്കിക്കണു. മരണം ഒഴികെ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കി. കുടുംബങ്ങളും ബന്ധങ്ങളും ഒക്കെ എന്നിട്ട് വെറുക്കല് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവരൊക്കെ മുന്നിൽ നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടത്തിന്റെയും കുടുംബത്തിന്റെയും ലീഡേഴ്സിന്റെയും മുന്നിൽ ഞാൻ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ത്യാഗങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. എൻ്റെ ത്യാഗങ്ങൾ കൊണ്ടാണ് ഞാൻ ഇത്രയും ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. സിസ്റ്റം ഫോളോ ചെയ്ത് ടീമിനെ ഡെവലപ്പ് ചെയ്ത് ഫോളോ അപ്പ് കൊടുത്തത് കൊണ്ടാണ് മക്കളെ ഞാൻ ഈ ലെവലിലേക്ക് എത്തിക്കണേ എന്നുള്ളത് വീണ്ടും 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 ഞാൻ നിങ്ങൾക്ക് തരുകയാണ്. അങ്ങനെ ഞാൻ ലീഡേഴ്സ് ഞാൻ അങ്ങനെ പോകുന്നു. 3 വർഷം കഴിഞ്ഞു. ഇന്നോവ ക്രിസ്റ്റ എടുത്തു, പിന്നെ അതിൻ്റെ ഇടയിൽ ഐട്ടൻ എടുത്തു, അങ്ങനെ നിയോസ് എടുത്തു. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ എവിടെ കണ്ടാലും ഞാൻ ആ വണ്ടിന്റെ ഒരു ഭ്രാന്തായി മാറി. പിന്നീട് എനിക്ക് ടൂറുകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോഴാണ് പിന്നെ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ ലീഡേഴ്സിന്റെ മുന്നിൽ 10 വർഷം കഴിയുമ്പോൾ 2025 26 കടന്നു പോകുമ്പോൾ ഞാനൊരു സ്വപ്ന വീട് ഞാൻ ഗോളിൽ എഴുതിയിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ഒരു 2023 തോന്നുന്നുണ്ട്, കറക്റ്റ് ഒന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല, 3-24 ഞാൻ 2 വർഷമായിട്ടുള്ളൂ ഞാൻ ഈ സ്ഥലം എടുത്തു. 27 സെന്റ് സ്ഥലം ഇന്ന് ഇരിക്കുന്ന വീട്, ഈ വീട് 27 സെന്റ് സ്ഥലം എടുത്തിട്ട് ലീഡേഴ്സ് ഞാൻ 2 നിലയിൽ മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയാ കെട്ടിടം പണിത് ഞാൻ എന്ത് ചെയ്തു. ഞാൻ 2026 ജനുവരി 26 ഞാൻ ആ വീട് കയറി താമസം പാൽക്കാച്ചിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനുവരി 26 പക്ഷെ നമ്മളെ കമ്പനി മാനേജ്മെന്റ് നമ്മളെ വുമൺ എംപവർമെന്റിന്റെ പരിപാടിക്ക് വരുമ്പോ ഇവിടെയും വരാന് ഞാൻ അതൊന്ന് ഒരു മീറ്റ് പ്രോഗ്രാമില് എവിടെ വെച്ചിട്ടും ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് എൻ്റെ മാനേജ്മെന്റും കൂടി ഈ പിന്നെ വീടിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് എനിക്ക് സന്തോഷമാണ്, സാറ് വരുമെന്ന് ഞാൻ ദീപക് സാറോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു. എന്താ വെച്ചാൽ സാധാരണക്കാരിയായ ആരാന്റെ വീടുകളിൽ ജോലി ചെയ്ത് ഈ ആയിഷ താത്താന്റെ വീട് എന്താ പറയാ, ഈ സമയത്തൊക്കെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ നമ്മളെ മാനേജ്മെന്റിനും നമ്മളെ വെസ്റ്റേജ് കുടുംബത്തിനും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലീഡേഴ്സ് ഇതിലൂടെയാണ് ഒരുപാട് വെസ്റ്റേജിലേക്ക് കുടുംബം കയറി വരാനുണ്ട്. ആ വരാനുള്ള ഒക്കെ ഒരുപാട് ആളുകൾക്ക് കഴിയട്ടെ എന്നും കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ലീഡേഴ്സ്. അങ്ങനെ ഇന്ന് ഈ 2 നിലയില് ഒരു കൊട്ടാരത്തില് ഏത് ഭാഗത്ത് കൂടി പോയാലും ഇപ്പൊ വീട്ടുകാരും കൂട്ടവും കുടുംബമൊക്കെ വരുമ്പോ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട റൂമുകളിൽ ഒക്കെ കടക്കാനും അങ്ങനെ ഇഷ്ടപ്പെട്ട എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയിട്ട് ഊഞ്ഞാല് താഴത്ത് ആടാൻ, ഊഞ്ഞാല്
മേലെ സിറ്റൗട്ടിലാടാൻ ഊഞ്ഞാല്. നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ആരും കാണാത്ത, ആരെ കണ്ണിലും പെടാത്ത 2016 കടബാധ്യത കൊണ്ട് ഒരു എന്താ പറയാ, ഒരു അണ്ണന്മാരും വേറെല്ലോലും വരുമ്പോ അവർക്ക് പൈസ കൊടുക്കാനും ഇല്ലാതെയും ചീത്തയും വിളിയായിട്ട് കണ്ണീരും കരച്ചിലും കൊണ്ട് നടന്ന് ഇന്ന് എനിക്ക് ഇങ്ങനെ എത്താൻ പറ്റിയതിലും, അതുപോലെ തന്നെ 7 ലക്ഷത്തിന്റെ മുകളിലേക്ക് ഇപ്പൊ ഞാൻ ടോപ്പ് വരുമാനം വാങ്ങുന്നുണ്ട് ലീഡേഴ്സ്. കറക്റ്റ് 7 ലക്ഷം കേട്ടോ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. 5 ലക്ഷത്തിന്റെയും 7 ലക്ഷത്തിന്റെയും ഉള്ളിലായിട്ടുള്ള വരുമാനം. അതിലിങ്ങനെ ചെറുതായിട്ടുള്ള ഇങ്ങനെ 6 വരും, 6.5 വരും, 6.25 7 പോകും. അങ്ങനെ ഇങ്ങനെ ഈ 7 ലക്ഷത്തിന്റെ അടുത്ത് വരുന്ന ഈ 5 ലക്ഷം മുകളില് ഒരു 3 വർഷമായിട്ട് ഞാൻ നിരന്തരം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലീഡേഴ്സ്. 5ന്റെ താഴോട്ടും പോകുന്നില്ല, 7ന്റെ മുകളിലേക്കും പോകുന്നില്ല, 7 ലക്ഷം കവർ ചെയ്ത് കിട്ടുന്നുമില്ല. ഞാൻ പറയും എപ്പോഴും, എന്റെ ബോണസ് എനിക്ക് കറക്റ്റ് പറയണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ മക്കളെ, എനിക്കൊരു കറക്റ്റ് ഒരു ഇത് ആയി കിട്ടണം, അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 8 അങ്ങനെയുള്ളത് ഇത് ആയി കിട്ടണം എന്നുള്ളതാണ്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്, 6ാം ക്ലാസ്സുകാരിയായ ആയിഷത്ത, ഈ 2026 കഴിയുമ്പോൾ എന്താ അതിനൊരു പേരൊക്കെ ഉണ്ട്, 10 ലക്ഷം വരുമാനം വാങ്ങുന്ന ഒരു പേരുണ്ട്. അതിന് പേരൊന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ അറിയില്ല, VMCO അങ്ങനെ എന്തോ ആണ്, അത്രയുള്ളൂ അറിയാട്ടോ. അതിമൊക്കെ ഞാൻ പോകണുള്ളൂ. ഞാനത് VMC എന്താണ് അതറിയില്ല, ഇനിയിപ്പോ അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ ആ ഒരു രൂപത്തിലേക്ക് ഞാൻ എത്തണം എന്നുള്ളതും, ഒരുപാട് ലീഡേഴ്സ് ഇപ്പൊ കാറും ട്രാവലും വീടും കാര്യങ്ങളും എല്ലാം നമുക്ക് വാങ്ങിയല്ലേ. നമ്മള് ഈ ഒരു ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താണ് DCD നമ്മളെ സുരേഷ് കുമാർ സാറ് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മളെ നിഷാമയുടെ ഇവിടെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മളെ UCD നമ്മളെ നിജു സാർ ഇവിടെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മളെ എന്താണ് സതിദേവി മാഡം. ഭയങ്കര ഇഷ്ടപ്പെടുന്ന ലേഡേഴ്സ് ആണ് കേട്ടോ ഇവരൊക്കെ. എന്താ പറയാ, ഇവർക്കൊന്നും ഒരു വാക്കുകളിലൊന്നും പറഞ്ഞാലൊന്നും എന്റെ അഭിനന്ദനൊന്നും തീരൂല എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. ഇടക്കിടക്ക് എവിടെയെങ്കിലുമൊക്കെ പരിപാടിയിലൊക്കെ വെച്ച് നമുക്ക് ഇനിയും കാണാം. അതുപോലെ ഞങ്ങൾക്ക് ഇങ്ങനെ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, വിദ്യാഭ്യാസം എല്ലാ ലീഡേഴ്സും, വിദ്യാഭ്യാസം ഇല്ലാത്ത ലീഡേഴ്സും എല്ലാവർക്കും ഇങ്ങനെ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ മക്കൾക്കും എനിക്ക് നിങ്ങൾക്ക് ഇന്ന് ഈ മോർണിംഗ് ബൈബിൾ തരാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കും കിട്ടിയത് ഒരേ പ്രൊഡക്റ്റ്, ഞങ്ങൾക്കും കിട്ടിയത് ഒരേ പ്രൊഡക്റ്റ്, വെസ്റ്റീജ് പ്രൊഡക്റ്റ്, ഒരേ പ്ലാൻ, വെസ്റ്റീജിന്റെ ഒരേ പ്ലാന് ഞങ്ങൾക്ക് ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും പറ്റും എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. നിങ്ങൾക്ക് ആരെയാണോ അപ്ലൈൻ ആയി കിട്ടിയത്, ആക്റ്റീവ് അപ്ലൈൻ ആരാണെന്ന് നോക്കുക. ആക്റ്റീവ് അപ്ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലെ എന്താണ് എല്ലാ പ്രോഗ്രാം കൂടി അവരെ കാണും. DLCPയിലൊക്കെ പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ അപ്ലൈമാരുണ്ടാവും. അവരാണ് നിങ്ങൾ ആക്റ്റീവ് അപ്ലൈൻ. ചിലവർക്ക് ആക്റ്റീവായിട്ട് പുറത്തിറങ്ങാൻ പറ്റൂല, പക്ഷെ അവര് നിരന്തരം ഇതുപോലുള്ള സൂമുകളിൽ കാണും. നമ്മളെ നിഷ മേഡത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഉമ്മ സുഖമില്ലാതെ ഒരു ഇതില് പ്രായത്തിന്റെ ഇതൊക്കെ ആയിട്ടുള്ള കിടപ്പിലാണ്. അപ്പൊ അവർക്ക് നിരന്തരം സൂമുകളിൽ കാണും. അങ്ങനെ എന്താണ്, ഒരു സൂമ് മതിപ്പോ. പണ്ടൊക്കത്തെ മാതിരില്ല. പണ്ടൊക്കെ കൊറോണ സമയം വന്നപ്പോഴാണ് ലീഡേഴ്സ് ഞങ്ങളൊക്കെ സൂമിലേക്ക് മാറിയിട്ടുള്ളത്. അതിന്റെ മുന്നൊക്കെ എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഇങ്ങനെ പോകുക, മീറ്റിംഗ് നടത്തുക, കാര്യങ്ങൾ നടത്തുക, പോരുക, പിന്നെയും പിറ്റേത്തെ ആഴ്ചയിലും പോവുക, ടീമിനെ ഡെവലപ്പ് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക, എങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു സൂമിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു പുതിയ ലീഡറെ ഒരു DUCD ആക്കാന് യാതൊരു പണിയില്ല. പക്ഷെ അതിന്റെ സിസ്റ്റത്തിനനുസരിച്ച് നിങ്ങൾ ടീമിനെ കയറ്റുകയും 6 ലീഡർമാരെ കയറ്റുകയും ആ 6 ലീഡർമാരെ നിരന്തരം ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്ക് ഇവിടെ വലിയ വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നുള്ളതാണ് എന്ന് രാവിലെ നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. അപ്പൊ എന്നെ ഇതുവരെ എന്താ പറയാ കേട്ടു നിന്ന എല്ലാ ലീഡേഴ്സിനും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സും നന്ദിയും തരുകയാണ്. അത് മാത്രമല്ല, എൻ്റെ ഈ വാക്കുകൾ കേട്ട എല്ലാ ലീഡേഴ്സും, ബ്രോൺസ് ആവാത്ത ലീഡേഴ്സൊക്കെ ഈ മാസം നമ്മളെ ക്വാളിഫിക്കേഷൻ വരുന്ന സമയത്ത് കമ്പനിന്റെ ടോട്ടൽ ടേൺ ഓവറിന്റെ ഒരു ഇംഗത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. സിൽവർ ആവാനുള്ള ലീഡേഴ്സിനും സിൽവർ ആവാനും, അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ വരാനും, ഗോൾഡ് ആവാനും, സ്റ്റാർ ആവാനും, ഡയമണ്ട് ആവാനും, ക്രൗൺ ആവാനും, UCD ആവാനും, DCD ആവാനും, DUCD ആവാനും കഴിയട്ടെ. ലാസ്റ്റ് പോസ്റ്റാണ് DUCD എന്നുള്ളത്. ആ പോസ്റ്റിലേക്ക് എത്താൻ നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, ഇപ്പൊ 6 മതിട്ടോ.
ഞങ്ങളൊക്കെ വന്നപ്പോ ഞാനൊക്കെ 16 ടീമിലാണ് ഞാൻ DCD ലെ സാധന പറയാൻ വെക്കൂല ഞാൻ എന്റെ ഇത് പറയില്ല അപ്പൊ പറയുമ്പോഴേക്കും ഞാൻ തെറ്റിപ്പോവുള്ളൂ മക്കളെ. അപ്പൊ അതേപോലെ ആവാന് 6 ഇട്ടിട്ടും വരാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് 8 ഇട്ടിട്ടും പിന്നെ UCD ആവാൻ പറ്റും. പിന്നെ 12 ഇട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DCD ആവാൻ പറ്റും. DUCD 16 ടീം ഇട്ടിട്ടും ആക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. ഇന്ന് തന്നെ നിങ്ങളെ കൊണ്ടുവന്ന അപ്ലൈനെ ഉറക്കം കെടുത്തി. ഞാൻ ഇനി നിൽക്കൂലെന്ന് പറഞ്ഞോളി. അപ്ലൈന്റെ പിന്നാലെ കൂടിക്കോളി. അപ്ലൈൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം. നിങ്ങളില്ലെങ്കിൽ അപ്ലൈ മാറട്ടെ, വേറെ ടീമിനെ തേടി പോകുള്ളൂ. പിടിച്ചിട്ട് കൈത്തൊണ്ടിന്ന് നിങ്ങൾ ഒരു ഡയറക്റ്റ് ആവും വരെ കൈത്തൊണ്ടിയിൽ തന്നെ നിൽക്കുക. അവരെന്താണ് പറയുന്നത്, പ്ലാൻ പറയുന്നത് എങ്ങനെയാണ്, പ്രൊഡക്റ്റ് പറയുന്നത് എങ്ങനെയാണ്, അവര് പിന്നെ VIP അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അവരെ കൂടെ 250 രൂപ കൊടുക്കാൻ വകയില്ലാത്ത ആയിഷ താത്ത അരി വാങ്ങാൻ തന്ന പൈസയാണ് VIP കൊടുത്തിക്കുന്നത്. ആ ആയിഷ താത്തയാണ് ഇന്ന് 7 ലക്ഷത്തിലേക്ക് ഒരു 250 പോയ 10,000 250 നിങ്ങളെ കയ്യിൽ വന്ന് ചേരുന്നുള്ളതും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, വിലപ്പെട്ട ടൈം കുറെ പോയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് പറയൽ തുടങ്ങിയാൽ പിന്നെയും പറഞ്ഞാലും മക്കളെ വെസ്റ്റീജ് എനിക്ക് പറഞ്ഞാൽ തീരൂല. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. അപ്പൊ വലിയ വിജയങ്ങളിലേക്ക് എത്താൻ ഈ ഗ്രൂപ്പിലെ എല്ലാ മക്കൾക്കും കഴിയട്ടെ. അതിന് ദൈവം തമ്പുരാന്റെ പടച്ച തമ്പുരാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഒരാപത്തിലും പെടാതെ പുറത്തു പോകുന്ന എൻ്റെ എല്ലാ ലീഡേഴ്സിനും ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മക്കൾക്കും ഒരു ആപത്തിലും പെടാതെ കടബാധ്യത, പ്രയാസങ്ങള്, പ്രതിസന്ധി ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ സ്വന്തം ആയിഷ താത്താനെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വിഷു വെൽത്ത്, ജയ് വെസ്റ്റീജ്.